ശരിക്കും ഈ ബ്രിഡ്ജിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ ഉണ്ടോ അടിപൊളി 2-3 ക്യാമ്പർ വാനൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഉണ്ടോ നമ്മുടെ കുവൈറ്റ് സിറ്റിയുടെ ഒരു അടിപൊളി കാഴ്ച ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐക്കോണിക് ടവറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അതുപോലെയുള്ള ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ടോ, ഇതുപോലത്തെ വണ്ടികളിലുണ്ടോ. ഇതുണ്ടോ ഒരു വലിയൊരു വാനാണ് കേട്ടോ ഇത്. അതൊക്കെ ഇവിടുന്നുള്ള കാഴ്ച. വാവ്. നമസ്കാരം. നമ്മളിന്ന് കുവൈറ്റിൻ്റെ മറ്റൊരു കാഴ്ചകളിലേക്ക് പോകണം കേട്ടോ. അതായത് ലോകത്തിൽ ഒരുപാട് നീളം കൂടിയ കടൽപ്പാലങ്ങളില്ലേ, അതിൽ 4ാം സ്ഥാനം ഉള്ള ഒരു കടൽപ്പാലമുണ്ട് ഇവിടെ കുവൈറ്റിൽ. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു വിഷയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ അത് കാണാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സാൽമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഏകദേശം തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു കടൽപ്പാലം. അതിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് ഷുവൈക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടത്തേക്കുള്ള കാഴ്ചകളാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സുഹൃത്ത് ഇവിടെ എന്താ ബാഗ് വയ്ക്കട്ടെ, ബാഗ് വയ്ക്കട്ടെ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെയാണ് നമ്മൾ പോണത്. റാഫിക്ക, ഇത് റാഫിക്ക, പിന്നെ തൃശ്ശൂരല്ലേ, തൃശ്ശൂർ ചാവക്കാട് അല്ലേ, കട്ടൂർ. അതെ. അപ്പോൾ നമ്മൾ പോവാണ് ഇന്ന് ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബ കോസ്വേ കാണാനായിട്ട് കേട്ടോ. റാഫിക്ക രാവിലെ തന്നെ നല്ല അടിപൊളി ബർഗറും അതുപോലെ ചായയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കൂടെ കഴിച്ചിട്ട് പുറപ്പെട്ടുള്ള പരിപാടിയാണ്. താങ്ക് യു, വെൽക്കം. അപ്പോൾ നമ്മുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷുവൈക്ക് പോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഷുവൈക്ക് പോർട്ടിൽ നമ്മൾ ഇല്ലേ, നമ്മൾ ആദ്യം ഗസാരി അവിടെ നിന്ന് പോയിട്ട് അവിടുന്ന് ആണ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 36 കിലോമീറ്ററാണ് ഷുവൈക്ക് ടു സുബിയാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടുന്ന് പിന്നെ ദോഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേറൊരു ബൈ ഇതുകൊണ്ട് കൂടെ ഉണ്ട്. അതും ഏകദേശം 13 കിലോമീറ്ററുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേ നമ്മൾ കൊണ്ടുപോകും. ഇല്ല, നമുക്ക് സ്ട്രൈറ്റ് നേരെ ബൂബിയാനിൽ പോകും. അപ്പോൾ ഞങ്ങൾ ബൂബിയാനിൽ, അതായത് ഷോയ്ക്ക് പോയിട്ട് നേരെ ബൂബിയാനിൽ പോകുന്നു. പിന്നെ അത് അവിടുന്ന് തിരിച്ച് നമ്മൾ മെയിൻലാൻഡ് വഴി ഇങ്ങനെ തിരിച്ച് ഇവിടെ സാൽമിയിലേക്ക് വരുന്നു. അതാണ് ഇന്നത്തെ പരിപാടി അല്ലേ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. സ്ഥലത്ത് പോയപ്പോൾ അവിടെ വഴി വക്കില് ഒരു ആള് കച്ചവടം ചെയ്യണം, മഴക്കൊലൊക്കെ വെച്ച്. കുവൈറ്റില്ല, യമനി റൗണ്ട് ബോട്ടില് വേറെ ആർക്കും അലൗഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ലീഗലി ആ പ്രശ്നമില്ല. നാട്ടിലെ മഴക്കൊലയും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ മറ്റേ സമ്മറായി കഴിഞ്ഞാൽ മറ്റേ അതിൽ വാട്ടർ മെല്ലനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ടൈം പാസും അങ്ങനെയാണെന്ന് തോന്നുന്നത്. നല്ല കാണാൻ നല്ല രസമുണ്ട് റൗണ്ട് ബോട്ടിൽ. ഇതേതാ റോഡ്? ഇത് 40 അല്ലേ? ഇത് 4th റിംഗ് റോഡ്. 4th റിംഗ് റോഡ്. നമ്മൾ നേരെ ഷുവൈക്ക് പോട്ടല്ലേ. ഇത് ഷുവൈക്ക് പോട്ട് എന്ന് പറയുമ്പോൾ 60 നമ്പർ റോഡില്ലേ? 60 നമ്പർ റോഡ്. ഓരോ റോഡിനും ഒരു പേരുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വന്ന് 4-ന്ന് നമ്മൾ 4th നമ്മൾ നേരെ ഗസാലി കയറി. റൈറ്റ് സൈഡിൽ കാണുന്നത് കുവൈറ്റ് സിറ്റി. റൈറ്റ് സൈഡിലല്ലേ ആ ടവർ കാണുന്നുണ്ട്. അതെ അതെ അതെ, കുവൈറ്റ് ലിബറേഷൻ ടവർ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. കുവൈറ്റ് സിറ്റിയാണ് കാണുന്നത്. നമ്മളിതാ നേരെ ഇങ്ങനെ ഷുവൈക്ക് പോർട്ട് ലക്ഷ്യമാക്കിയിട്ടോ പോണത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണത്. ആ ഒരു എൻഡിലെത്തിയിട്ട് നമുക്ക് കാണിക്കാം. ഈ മുന്നിൽ കാണുന്ന പാലങ്ങൾ, ബ്രിഡ്ജുകൾ, ഓവർ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ അടുത്ത് കൺസ്ട്രക്ഷൻ നടന്നതാട്ടോ. റൈറ്റ് സൈഡിലാണ് ഷുവൈക്ക് പോർട്ട്. ഷിപ്പൊക്കെ വരുന്ന കണ്ടെയ്നറൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ അല്ലേ? ഇതെന്താ ഈ ഫില്ലർ? ഇത് നമുക്ക് കണ്ടെയ്നറൊക്കെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ക്രെയിൻ അല്ലേ?
ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യണുണ്ടോ. ഈ ഒരു ബൂബിയാൻ സൈഡിലൂടെ കേട്ടോ നമ്മൾ മിക്ക ഫ്ലൈറ്റുകളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകൾ മിക്ക ബൂബിയാൻ ആ ഡെസേർട്ട് സൈഡിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ കടലിൽ താണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഫ്ലൈറ്റ് വരുന്നുണ്ടോ? ഏത് ഫ്ലൈറ്റാണ് റാഫിക? ഖത്തർ എയർവേസ് ആണല്ലോ. അതെ, ഖത്തർ എയർവേസ് ആണ് അല്ലേ? വണ്ടി വയ്ക്കണം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറി. ഇനി ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോയെന്ന് അറിയില്ല. പണ്ട് ഞങ്ങൾ ഇതേപോലെ ഇതിലൂടെ സഞ്ചരിച്ച സമയത്ത് ഇടയ്ക്കൊന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ദോഹ പോർട്ടിലേക്ക് ഇതാ ഇങ്ങനെ പോകണം, ഈ സൈഡിലൊക്കെ പോകണം. നേരെ നമ്മൾ സുബിയ അങ്ങനെയും പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഇതാ ഈ പാലം വഴി നമ്മൾ സുബിയാൻ ഏരിയയിലേക്കാണ് കേട്ടോ പോണത്. ഇവിടുന്ന് ഉണ്ടോ നമ്മുടെ കുവൈറ്റ് സിറ്റിയുടെ ഒരു അടിപൊളി കാഴ്ച ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. ലിബറേഷൻ ടവറാണത് കാണുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുവൈറ്റ് ടവർ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ഇത് നമ്മളൊരു ക്യാമറ ഓരോ പോസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. നിരീക്ഷണത്തിലായത് അല്ല, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ നിർത്തിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ നിർത്തിയായിരുന്നു അവിടെ. ഇപ്പോൾ ചിലപ്പോൾ ഫൈൻ കിട്ടും. ഉച്ചതിരിഞ്ഞ സമയത്തൊക്കെ ആൾക്കാർ വന്നിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു ദ്വീപ് പോലെയുള്ള ഒരു സെറ്റപ്പും നമുക്ക് എന്തൊക്കെയോ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നെല്ലാം വണ്ടി ഇറക്കിയിട്ട് നമുക്ക് പോയി നോക്കാം. ഇറക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? സൗത്തേൺ ഐസ്ലാൻഡ് ചെറിയൊരു ദ്വീപ് പോലെ ഉണ്ടാക്കിയാണ്. മാൻമെയ്ഡ് ദ്വീപാകാനാണ് ചാൻസ്. രണ്ട് ടവറും കാണുന്നുണ്ട്. അതെ അതെ, കുവൈറ്റ് ടവർ, ലിബറേഷൻ ടവർ. അത് ലാസ്റ്റ് കാണാൻ എൻഡിങ് ആണ് കുവൈറ്റ്. ഫോട്ടോ എടുക്കാം നമുക്ക് ഇവിടെ. അത് സാൽമിയാണോ? ഇത് കുവൈറ്റ് സിറ്റിയിലുള്ള ടവർ, അത് സാൽമിയിലുള്ള ടവർ. അതെ അതെ അതെ. എന്നാണ് അൽബാന്ദ്രിയ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഗവൺമെൻറ്റിൽ ഇതിൽ ഇത് ഉള്ളിൽ കയറാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇല്ല, നമുക്ക് ഇവിടെ നിർത്തിക്കൂടെ? അങ്ങനെ എല്ലാവരും റൗണ്ട് കൂടെ അടിക്കും. നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അല്ല, അപ്പുറ സൈഡിലേക്ക് അതാ അവിടെ ഉണ്ടല്ലോ. അപ്പുറ സൈഡിലേക്ക് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ബോട്ടിൽ കയറുന്നില്ല. അല്ല, നമുക്ക് ഞാൻ പറഞ്ഞ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ച് നിർത്താൻ പറ്റുമോ നോക്കായിരുന്നു. ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ കുവൈറ്റ് സിറ്റി. ഞങ്ങൾ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ ആരും കാണുന്നില്ല. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, നമുക്ക് ഷൂട്ട് ചെയ്യാണ്ട് പോകാനായിട്ട് തോന്നിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് സീ സൈഡിലേക്ക് വന്നതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് അടിപൊളി കാഴ്ചയാണ് കേട്ടോ. കുവൈറ്റ് സിറ്റി ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന ഷുവൈക്ക് പോർട്ടിൻ്റെ ഭാഗം കേട്ടോ. അപ്പുറത്ത് കാണുന്നത് അത് സാൽമിയ, നമ്മളിപ്പോൾ വന്ന സ്ഥലം, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സ്ഥലം. ബ്രിഡ്ജ് ഇത് അവിടെ കാണുന്നത്. ബ്രിഡ്ജ് കണ്ടോ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഷുവൈക്ക് പോർട്ടിൽ. ഇത് അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കാണിച്ചില്ലേ, അത് കേട്ടോ. ഇനി നമുക്കിതാ ഇങ്ങനെ കയറി പോകണം. ഇതാണ് നമ്മൾ നേരത്തെ മാൻമെയ്ഡ് ഒരു ദ്വീപ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്താൻ ചെറിയൊരു പേടി. അങ്ങോട്ട് എന്തായാലും അകത്തേക്ക് നമുക്ക് കിടക്കാൻ അനുവാദമില്ല. ഇവിടെ ഈ ഏരിയയിലൊക്കെ നമുക്ക് വണ്ടി നിർത്തി കാണാനും ഒക്കെ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ വണ്ടി ഇവിടെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നൊക്കെയോ സൈക്കിൾ കാണുന്നുണ്ട്. നമ്മൾ ഈ
എന്താ പറയുക ഇലക്ട്രിക് സൈക്കിളുകൾ. റെൻറ്റിനുള്ളതാണോ ഇനി ആരെയും കൊണ്ടുവന്ന് വെച്ചാണോ എന്നറിയില്ല. ഇവിടുത്തെ കാഴ്ചയാണ് കേട്ടോ അതൊക്കെ. വാവ്. ഇതുണ്ടോ, ഇത് ഇവിടെ ചുമ്മാ അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടി വെച്ചതാണ് എന്നറിയില്ല. നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ ലാൻഡിൽ നിന്ന് ഷോയ്ക്ക് പോർട്ടിൽ നിന്ന് ഈ ഡിസേർട്ട് ഏരിയയിലേക്ക്, അതായത് മെയിൻ ലാൻഡ് വഴി പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. ആ ഒരു ദൂരം കുറയ്ക്കാനും പിന്നെ ചരക്ക് ഗതാഗതം സുഗമമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സുബിയാൻ എന്ന് പറഞ്ഞ ഡിസേർട്ട് ഏരിയയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, ആ ഒരു ലാൻഡ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവർ വലിയൊരു സിൽക്ക് സിറ്റി എന്ന് പറഞ്ഞൊരു വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ ഖത്തറിൽ പേൾ ഖത്തർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ വലിയ പ്രൊജക്റ്റില്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാലം ഇവിടെ ഉണ്ടാക്കിയത്. അതിപ്പോൾ ഏകദേശം 10 വർഷമായി ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ആ സംഭവങ്ങളൊന്നും, ഒരു പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ടിങ് തന്നെയാണ്, അങ്ങനെ തന്നെ സ്റ്റാർട്ട് എവിടെ നിന്നാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അതെ, എങ്ങനെയുണ്ട്? അടിപൊളി സീനല്ലേ? വീഡിയോ എടുത്തോ? ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വേറൊരു ഒരു ലേഡി വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയി. വലിയ കുഴപ്പമില്ല ആണോ തോന്നുന്നുണ്ടല്ലേ? ആ മറ്റേ ഒരു സിൽക്ക് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ട്, അത് ഇതെല്ലാം തോന്നുന്നുണ്ട്. വേറൊരു ഐലൻഡാണ് തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കണോ? ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് ഇങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. അതിന് ശേഷമുള്ള കാഴ്ചകളാണിത്. ഇവിടെ ഇഷ്ടംപോലെ ഫിഷിംഗ് ഒക്കെ നടത്തുന്ന ആളുകളെ കാണുന്നുണ്ട്. കണ്ട് ഇറങ്ങണോ? കുഴപ്പമില്ലേക്കൂല്ലേ? അവിടെ ഈ സൈഡിലുണ്ടോ ഇതൊക്കെ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ആംബുലൻസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി. ഇതൊക്കെ ഇവിടെ അടുത്ത് വന്നിട്ടുള്ളതാണ്. എന്താണ് സംഭവം ഒന്നും അറിയില്ല. മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റലാണ്. അവിടെ ഉണ്ടോ ഒരുപാട് ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ മീനുണ്ടാവും ഇവിടെ ഈ ഏരിയയിൽ. അവിടെ ആ ഒരു സ്ഥലത്ത് ഇതിൻ്റെ അപ്പുറത്ത് കുറേ ആളുകൾ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അവിടെയും വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. കല്ലിട്ടത് കണ്ടില്ലേ? ഇതെന്ത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കരിങ്കല്ലല്ല, വേറെ ടൈപ്പ് കല്ലാണ് കേട്ടോ. എന്നാലും നമുക്ക് ആ സൈഡിലേക്ക് കൂടെ പോയി നോക്കാം. മീൻ പിടിക്കുന്നത് കാണട്ടെ. അവിടെ നിന്ന് ചിലപ്പോൾ നമ്മളെ കോയിൽ സിറ്റിയുടെ കാഴ്ചയില്ലേ, അതൊരു ഒന്നും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിലങ്ങോട്ട് വരാൻ കഴിയില്ല കേട്ടോ, ഇതിലങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇത് കടലാ. ഇതവിടെ അങ്ങനെ അപ്പുറത്തെ സൈഡിലൂടെ വരണം. ഞാൻ പറഞ്ഞ ആ ഏരിയ അതായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയില്ല. നമുക്കിങ്ങനെ വണ്ടി എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങനെ വരണം. അപ്പോഴേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഉണ്ടോ കുവൈറ്റ് സിറ്റി കാണുന്നത്. പക്ഷേ സൂര്യൻ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ അത്ര വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവും തോന്നുന്നില്ല. എന്നാലും ഇവിടുന്നും കൂടെയുള്ള കാഴ്ചകൾ കണ്ടതാ. ബ്രിഡ്ജിൻ്റെ ഒരു എൻഡ്, ബ്രിഡ്ജിൻ്റെ സെൻട്രൽ ഭാഗം കേട്ടോ കാണുന്നത്. അതൊരു ഐക്കോണിക് ടവറും കൂടെയാണ് ആ ഒരു സെൻട്രൽ കാണുന്നത്. അതിൻ്റെ കാര്യങ്ങളും കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ബ്രിഡ്ജിൻ്റെ മറ്റേ അറ്റം. ഞങ്ങളിത് ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇതാ റൂട്ടിൽ അങ്ങനെ പോയിട്ട്, നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു പുളിമൂട്ട് പോലത്തുള്ള സ്ഥലം, അവിടത്തേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കണ്ടിട്ട് പിന്നെ ബ്രിഡ്ജിൽ കയറി തിരിച്ചു പോകാം കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈക്കിൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റും തോന്നുന്നുണ്ട് അല്ലേ? സൈക്കിൾ എടുക്കാം നമുക്ക്. പക്ഷെ ഇത് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. ലോഗോ കിട്ടുന്നുണ്ടല്ലോ അതിന്. ഇതുണ്ടോ നേരത്തെ അവിടെ കണ്ട സൈക്കിളില്ലേ, ഇത് അവിടെ ഒരുപാടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു മൊബൈൽ അവിടെ വെച്ചിട്ട് അതിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട്. അടിപൊളി വണ്ടികളല്ലേ. പക്ഷെ അത് 1 hour ഏരിയ അവിടെ ഇല്ലല്ലോ, ലാൻഡ് ഏരിയ ഇല്ലല്ലോ കറങ്ങാനായിട്ട്. നമ്മളിങ്ങനെ കറങ്ങിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടുന്ന് ഉണ്ടോ ബ്രിഡ്ജിൻ്റെ വ്യൂ ഉണ്ടോ? സൂപ്പർ. ഇതേ വ്യൂ തന്നെ കേട്ടോ മറ്റേ ബഹ്റൈൻ ബ്രിഡ്ജും, സൗദി ബഹ്റൈൻ. എത്ര കിലോമീറ്റർ ഉണ്ട്? അത് 24 കിലോമീറ്റർ.
വെച്ചിട്ട്. ഇത് 36ആണ്. ഇത് വേൾഡിലെ 4ാം സ്ഥാനമാണ് ഇതിന്. നേരെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. അതായത് വേൾഡ് ഹയസ്റ്റ് സീ ബ്രിഡ്ജിൽ അവിടെ ഒരു കട്ടറുണ്ട് കേട്ടോ. വേൾഡ് ഹയസ്റ്റ് സീ ബ്രിഡ്ജിൽ ഒന്ന് ചൈനയിലാണ്, 2ഉം ചൈനയിലാന്ന് തോന്നുന്നുണ്ട്, 3 എവിടെയാണെന്ന് അറിയില്ല, 4 ഇതാണ്. നമ്മളിതാ ആ പുളിമുട്ട് ഏരിയയിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് കൊണ്ട് വന്നു. ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നടന്ന് അതെ. ഇവിടുന്ന് കാണാം കേട്ടോ കുവൈറ്റ് സിറ്റി. എന്തായാലും നമുക്ക് ഇതാ ഒരു എൻഡിൽ പോയിട്ട് അവിടെ നിന്ന് കുവൈറ്റ് സിറ്റിൻ്റെ കാഴ്ചകളും ഈ ഒരു ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. ആഹാ, അവിടെ ഒരു ദ്വീപുണ്ടല്ലോ, അവിടെ ഇവിടെ ചെറുതല്ലേ, അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് സൂപ്പർ കാഴ്ചകളാണ്. മറ്റേ എരണ്ട പക്ഷിയുള്ളത്. എനിക്ക് ഇതല്ല ഇഷ്ടമായി, ഏത് മാലവളപ്പേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാനായിട്ട് പോവാണ്. അത്യാവശ്യം വേണ്ട കാഴ്ചകളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അടിപൊളി. ഇല്ലില്ല, എരണ്ട പക്ഷിയില്ല. നമ്മളിതാ ഈ ഒരു പാത്തില്ലേ, ഇതിൻ്റെ മേലോടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇത് എവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ചാടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അവിടെ ഉണ്ടോ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ആ ഒരു മിഡിൽ ഭാഗമാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു സംഭവം മുതലായി. ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ബ്രിഡ്ജിൽ കയറിയിട്ട് നേരെ തിരിച്ചു പോകാം സുബിയാൻ ഏരിയയിലേക്ക് കേട്ടോ. ഇതല്ലേ എക്സിറ്റ്? ഇല്ല, അവിടെ ഇല്ലല്ലോ, ക്ലോസ് ആണല്ലോ. തിരികെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറാനായിട്ട് പോവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. വീണ്ടും നമ്മളിതാ കയറി ഉണ്ടോ, അവിടെ നിന്ന് കണ്ടൊരു അടിപൊളി ഭംഗിയാണല്ലോ ഇവിടുന്നല്ലേ. പക്ഷെ ഇവിടെ പാലത്തിൽ നമുക്ക് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതുണ്ടോ, സുബിയാൻ കുറച്ചുകൂടെ ദൂരാണ് അല്ലേ? സുബിയാൻ അടുത്താണ് അല്ലേ? സുബിയ കുവൈറ്റ് ടവർ കുറച്ചും കൂടെ വൃത്തിയിൽ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. ഞങ്ങളിവിടെ ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഇറങ്ങി നോക്കട്ടെ, ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കൂടെ നമുക്ക് കാണണ്ടേ. ഇതുണ്ടോ, നമ്മൾ രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ 9 മണി 10 മണിയായി, 10 മണിയാണ്. അപ്പോൾ സൂര്യൻ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് നമുക്ക് വ്യൂസ് അത്ര ഒരു ഭംഗിയില്ലാത്തത്. കുവൈറ്റ് സിറ്റീൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. കുവൈറ്റ് ടവർ ഇതാ അവിടെ കാണുന്നു. കുവൈറ്റ് ടവർ, ലിബറേഷൻ ടവർ. നല്ല വണ്ടി ഇതാ അവിടെ കേട്ടോ. അടിപൊളിയല്ലേ? ശരിക്കും ഈ ബ്രിഡ്ജിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഞാൻ ആ വീഡിയോ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയാണ്. നിങ്ങൾ ഇറങ്ങുന്നില്ല? പോവാല്ലേ? ശരി, ഓക്കെ. അതെ, ഫൈൻ കിട്ടിയാലേ. സെൻട്രൽ കാണുന്ന ടവറാണ്. അതെ, ബ്രിഡ്ജിന്റെ ഏകദേശം ഒരു ഭാഗത്തായിട്ട് വരുന്നത്. മറ്റേ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. രാത്രി ലൈറ്റ് രാത്രി ലൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐക്കോണിക് ടവറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ. ഇത് ബ്രിഡ്ജിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഈ ഒരു ടവർ ഉള്ളത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് പണ്ട് കുവൈറ്റികൾ, അതായത് കുവൈറ്റികളായിട്ടുള്ള അറബികൾ പണ്ട് മുത്ത് പവിഴമൊക്കെ വാരാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക കപ്പൽ പോലുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു ടവർ പണിതേക്കണത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഏകദേശം പകുതി ഭാഗം നമ്മൾ ക്രോസ് ചെയ്തു. ഇനി ബാക്കി പകുതിയും കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയും എന്താ പറയുക, കാണാനായിട്ട് അടിപൊളിയാണ്. ബ്രിഡ്ജ് 36 കിലോമീറ്റർ ഉണ്ടല്ലോ, ചില്ലറ ദൂരം ഒന്നുമല്ലല്ലോ.
സുബിയാൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. സുബിയാൻ ബുബിയാൻ ആ ഏരിയ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. ഇവിടെയും ഫിഷിങ്ങിൻ്റെ ആളുകളാണല്ലോ. ബുബിയാൻ 60 നമ്പർ സുബിയാനല്ല കേട്ടോ, സുബിയാണ് കേട്ടോ. ബുബിയാൻ എന്നാണ്. നേരെ പോകാം. ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. നമുക്ക് ഭക്ഷണം രാവിലത്തെ ഫുഡ് ഇവിടുന്ന് കഴിച്ചാൽ. ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ബ്രിഡ്ജിൻ്റെ വേറൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. സുബിയാൻ ബൂബിയ എന്താ പറയുക ഡിസേർട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ KOC കമ്പനിയില്ലേ, നമ്മൾ അപ്പുറ സൈഡിലൂടെ മെയിൻലാൻഡ് വഴി വരുന്ന സമയത്ത് കാണുന്ന ആ ഒരു KOC ആണ് തോന്നുന്നുണ്ട്, റിഫൈനറി. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അതുപോലത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എന്തോ അവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഹോസ്പിറ്റലായിട്ട് അങ്ങനെ എന്തോ സംഭവമല്ലേ, ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തോ ആണ്. പിന്നെ കുറച്ച് ആളുകൾ കൂടുതലുണ്ട് ഇവിടെ. ഇത്രയൊക്കെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ. എന്നാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പുറത്ത് അവിടെ ആ ഒരു ഡിസൈഡിൽ ചെന്നിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടാവും. അവിടെ ഇപ്പോൾ ഈ ഒരു വിൻ്റർ സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ, ഈ ഇവിടുത്തെ നാഷണാലിറ്റി ആളുകളൊക്കെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് എൻഡിലേക്ക് കടത്തി വിടില്ല. പോയി നോക്കാം നമുക്ക്. എന്തായാലും നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അറ്റം വരെ നമ്മൾ എന്തായാലും പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മെയിൻലാൻഡിൽ കയറിയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നേരെ നമ്മൾ സാൽമിയിലേക്ക് പോകും. ഞങ്ങൾ കുറച്ച് ദൂരം അവിടെ നിന്ന് കൊണ്ട് നടന്നു വന്നു. പക്ഷേ അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നേരത്തെ നമ്മളവിടെ കണ്ടില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് കാഴ്ചകളൊക്കെ തന്നെയാണ്. നമ്മളെ കുവൈറ്റ് സിറ്റീൻ്റെ വേറൊരു വ്യൂ വേറൊരു സൈഡിൽ നിന്ന് ഇവിടുന്ന് കാണുന്നുണ്ട്. അതും ആ സൈഡിൽ കംപ്ലീറ്റ് ഫോഗിയാണ്. അതുകൊണ്ട് നേരത്തെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ നേരെ തിരിച്ച് കയറിയിട്ട് ബ്രിഡ്ജിൽ കയറിയിട്ട് ആ ഒരു സൈഡിലേക്ക് തന്നെ പോവാണ്. പോയാലോ? അപ്പോൾ അതായത് ഈ മറ്റേ ഈസ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാൻമെയ്ഡ് ഈസ്ലാൻഡാണ്. പക്ഷേ നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ അല്ലേ. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പരിപാടികളുണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഇവർ ആ സ്റ്റാർട്ടിങ്ങിൽ അനൗൺസ് ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ല. ഏകദേശം 10 വർഷമായി ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. 2011 16 എന്തോണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അല്ലേ. അതെ അതെ. ശരി, എത്ര ലാൻഡാണ് അവിടെ ചുമ്മാ എടുക്കുന്നത് അല്ലേ. എന്തെങ്കിലുമൊക്കെ അവർ അത് യൂസ് ചെയ്യുമായിരിക്കും. ഇവിടെ ഉണ്ടോ അടിപൊളി 2-3 ക്യാമ്പർ വാനൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മേടിക്കണ്ട എങ്ങനെയാന്ന്. ബൈക്ക് ഉണ്ട് അതിൻ്റെ ബാക്കിൽ കേട്ടോ. ഉണ്ടോ അടിപൊളി സെറ്റപ്പ് സംഭവം കേട്ടോ. ഫോർഡിലെ മജസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ക്യാമ്പർ വാനാണ് കേട്ടോ. 2 ഉണ്ട്. അതെ അതെ. ഇവിടെ ചിലപ്പോൾ അതിനുള്ള ആളുണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇനി വീണ്ടും ബ്രിഡ്ജിലേക്ക് തന്നെ കയറുകയാണ്. എനിക്ക് ഈ ഒരു വ്യൂ കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പക്ഷേ ഇങ്ങനെ കിട്ടില്ല. ഏകദേശം ബ്രിഡ്ജ് കഴിയാറായി കേട്ടോ. നമ്മൾ ഏകദേശം ഈ ഒരു സുബിയാൻ എന്ന് പറയുന്ന ആ ഒരു മെയിൻ ലാൻഡിൻ്റെ സൈഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്രിഡ്ജ് കഴിഞ്ഞു, മെയിൻ ലാൻഡിലേക്ക് എത്തിയിട്ടോ. ഈ ഒരു ഏരിയയാണ് മൊത്തം ബുബിയാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ കേട്ടോ. ഇവിടെ കണ്ടോ കംപ്ലീറ്റ് സ്ഥലങ്ങളും കാലിയായിട്ട് കിടക്കുക. നമ്മുടെ കുവൈറ്റ് മെയിൻലാൻഡ് തന്നെയാണ്. പക്ഷെ അപ്പുറത്ത് നമ്മളെ ടൗണുകളായിട്ടൊന്നും ഒരു ബന്ധമില്ല. വെറുതെ കിടക്കുന്ന ഭൂമികളാണ്. ഞങ്ങൾ ഒരു ദിവസം വന്നപ്പോൾ അവിടെ ഫുള്ള് അവിടെ ഗ്രീൻ കളർ കണ്ടോ, ഒരു മരങ്ങളുണ്ടോ, അവിടെ ഫുൾ ഒട്ടകങ്ങളുണ്ടായിരുന്നു. അവിടെ പോയി കണ്ടോ. നമുക്ക് ഈ ഒരു യാത്രയിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചു പോകട്ടോ. ഇവിടെ കണ്ടോ ഫ്രണ്ടിലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് ഏരിയ എന്താണ് സുബ, ജഹ്റ, അബ്ദലി, ബുബിയാൻ, സുബിയ. ഇതൊക്കെ കംപ്ലീറ്റ് ഈ ഡെസേർട്ടായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ വിജനമായി കിടക്കുന്ന ഏരിയകളാണ്. ഉണ്ടോ? അതെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടേക്ക് കടത്താൻ പറ്റില്ലല്ലോ വണ്ടി. ഒരു
കുറേ ഒട്ടകങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെയും കൂടെ നമുക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന്. എന്ത് രസമായിട്ടുള്ള സ്ഥലങ്ങളല്ലേ ഇത്. ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം നമ്മൾ അന്ന് സൗദിയിലൊക്കെ പോയ ആ ഒരു ലുക്കാണ്. ഇതുണ്ടോ, കംപ്ലീറ്റ് വിജനമായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ഈ ക്യാമ്പർ വാൻ, നമ്മൾ നേരത്തെ അവിടെ കണ്ട ക്യാമ്പർ വാനില്ലേ, അതുപോലത്തെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സീസണിലെ കുവൈറ്റുകൾ പുറത്തേക്ക് ഔട്ടിങ് വരുന്ന സമയമാണ്. അതെ അതെ. വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡിസൈഡ് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. പഴയകാല ഓർമ്മയ്ക്കൊക്കെ ഡെസർട്ടിൽ ഇങ്ങനെ അതെ, പഴയകാല ഓർമ്മയില്ല. അതിപ്പോൾ ഡിസൈഡ് ക്യാമ്പിങ് പുതിയ അതുപോലത്തെ ക്യാമ്പർ വാനൊക്കെ ആണെങ്കിൽ എന്തിനാ പഴയ ഓർമ്മകൾ. ആദ്യമൊക്കെ അവരെ ജീവിത രീതിയൊക്കെ വളരെ ഇതായിരിക്കുമല്ലോ. വിളിക്കുന്നുണ്ട് നമ്മളോട്. ആ, ഇത് ക്യാമ്പാണ് കേട്ടോ, ക്യാമ്പ് സൈറ്റ്. ഇത് മറ്റേതാണല്ലോ. അല്ല, അത് അകത്തേക്കുള്ള വഴിയല്ലല്ലോ ഇത്. നമ്മൾ ആ ഡിസേർട്ട് ക്യാമ്പ് സൈറ്റില്ലേ, അതിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. നോക്കി എത്ര ഏരിയയിലേക്കാണ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതെന്നറിയോ. കംപ്ലീറ്റ് ഡിസേർട്ടാണ് കേട്ടോ. അവിടെയൊക്കെ കാണുന്നത് അതൊക്കെ ഇവിടെ ഇതാ ഈ സൈഡിൽ ഇതാ ഇവിടെ അവിടെയൊക്കെ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ക്യാമറ വാനുണ്ട്. അതുപോലെ തന്നെ മറ്റെന്താ പറയുക, നമ്മൾ ടെൻറ്റ് കെട്ടില്ലേ, അതുപോലത്തെ ടെൻറ്റ് കെട്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ക്യാമ്പ് സൈറ്റാണ്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ ഇതുപോലത്തെ ക്യാമ്പ് സൈറ്റിൽ? ആ, നമ്മൾ വണ്ടി കയറിയിട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ അവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ കാണുന്നുണ്ടോ? അതൊക്കെ നമ്മൾ ഇവിടുത്തെ അറബികളുടെ ടെൻ്റാണല്ലേ. എന്തായാലും എന്ത് രസമാണ് കാണാനായിട്ടില്ലേ. നമ്മൾ ആ കയറി വന്ന ആദ്യമൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഫുള്ള് ടെൻ്റ് ആയിരിക്കും. അതെ, ഞങ്ങളന്ന് വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. എന്നിട്ട് പോലീസുകാർ ഞങ്ങൾ ഇങ്ങോട്ട് കടത്തി വിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ തിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് നമ്മൾ കയറി വന്ന ബ്രിഡ്ജ് ഉണ്ടോ, ബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റം വരെ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷെ കണ്ണുകൊണ്ട് കാണാം, ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും വിൻ്റർ ആഘോഷിക്കുന്ന, ടെൻ്റടിച്ച് താമസിച്ച് വിൻ്റർ ആഘോഷിക്കുന്ന ആളുകൾ കേട്ടോ. ക്യാമ്പിംഗ് സൈറ്റ് പോന്നാ ഫ്ലൈറ്റ് ചാലിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ? ഫ്ലൈറ്റിലാണ് പോകുന്നുണ്ട്. ലൈനുണ്ടോ ഇങ്ങനെ പോകുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതാ ഇവിടുന്നാണ് ഞങ്ങൾ അവിടെ തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അവിടെ ഒരു ഒട്ടകം കാണുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറ്റി വിടൂല കേട്ടോ, കയറ്റി വിടാൻ ചാൻസ് കുറവാണ്. എന്തായാലും നോക്കാം. ചെറിയ പാർക്ക് ഉണ്ട് അവിടെ, അല്ലാതെ ഈവനിങ്ങിന് ഓപ്പൺ ആണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ചിലപ്പോൾ സമയത്തുണ്ടാവില്ല. എൻഡ് ഓഫ് പ്രൊജക്റ്റ്, അതായത് ഈ ഒരു ഇതിൻ്റെ എൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു കടയൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്നാണ് അന്ന് ഞങ്ങളെ പോലീസുകാർ പറഞ്ഞ് തിരിച്ചോളാൻ പറഞ്ഞു വണ്ടി. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ കയറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ കുറച്ചും കൂടി അപ്പുറത്തൊരു റൈറ്റിലേക്ക് കയറി പോകണം. അപ്പോൾ ഇനി എന്താ ചെയ്യാം? ഇനി തിരിച്ചു പോയാൽ കൂട്ടാൻ കിട്ടുമോ? ഇതുണ്ടോ, നമ്മളിപ്പോൾ വന്ന ഒരു ബ്രിഡ്ജിൻ്റെ ആ റോഡിൻ്റെ എൻഡാണ് കേട്ടോ ഇത്. പോയി നോക്കണം. ഇത് നേരെ പോകുന്നത് ഡിസൈഡിലേക്കാണ്. നമ്മൾ യു ടേൺ അടിച്ചാൽ നമുക്ക് തിരിച്ച് നമ്മൾ ഇപ്പോൾ ഷുവൈക്ക് പോർട്ടിൽ കയറി വന്നില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് എത്തും. കംപ്ലീറ്റ് ഡിസൈഡ് ക്യാമ്പിങ്ങിനാണ്. പോയി നോക്കാം, എന്തെങ്കിലും കാഴ്ചകളുണ്ടാവും. ഇവിടെ മൊത്തത്തിൽ അറബികളുടെ ക്യാമ്പ് സൈറ്റാണ് കേട്ടോ. ഇവിടത്തേക്ക് നമുക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പണ്ടൊക്കെ അവിടെ പോലീസുകാർ നമ്മളവിടെ തടഞ്ഞെടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റി വിടാറില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ ആട്ടിപ്പുറത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോലെ. ഇതുണ്ടോ ഈ കാണുന്ന ഏരിയകൾ കംപ്ലീറ്റ് ക്യാമ്പ് സൈറ്റുകളാണ് കേട്ടോ.
അല്ലല്ല അവനെ എന്താ അവൻ്റെ കണ്ണിൽ വെച്ച് എന്താണെന്നറിയാം ആ മറ്റേ എന്താണ് വെർച്വൽ ടൂറിൻ്റെ ഒരു ഇതില്ലേ എന്തൊരു സംഭവമില്ലേ അത് വെച്ചുകൊണ്ടാണ് അവിടെ അങ്ങ് ദൂരെ ഒരു പാർക്ക് സെറ്റപ്പ് കാണുന്നുണ്ട് കുട്ടികളുടെ പാർക്ക്. അതെ വലിയൊരു ഒട്ടകം പിന്നെ ഒരു പള്ളിയുടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷേ ഈ സമയത്ത് അത് ഓപ്പൺ ആകാൻ ചാൻസ് ഇല്ല, കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ എന്തായാലും ഷുവറാണ് ഇവിടെ ആഘോഷങ്ങളുടെ രാവ് തന്നെ ആയിരിക്കും അല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുവൈറ്റ് എന്താണ് ലാൻഡ് ആൻഡ് ടൂർ, കുവൈറ്റ് ലാൻഡ് ആൻഡ് ടൂർ എന്തൊക്കെയോ സംഭവങ്ങളിവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളതാണ് മെയിനായിട്ട്. നമ്മൾ തിരിച്ച് ആ ഡിസേർട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ തിരിച്ച് മെയിൻ ലാൻഡിലൂടെ ഇങ്ങനെ അപ്പുറം സൈഡിലേക്ക് പോകാനായിട്ട് പോവാണ്. നമ്മൾ ബ്രിഡ്ജ് ഇതൊക്കെ ആ റൂട്ടിലേക്ക് പോയാലാണ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്കല്ല പോണത്, നേരെ ഇതാ ഈ റൂട്ടിലൂടെ നമ്മൾ മെയിൻ ലാൻഡിലൂടെ തിരിച്ച് നമ്മൾ വന്ന സ്ഥലമില്ലേ സാൽമിയ കുവൈറ്റ് സിറ്റി ആ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റഫീഖ നമ്മൾ ഇപ്പോൾ ഈ ഡിസൈഡിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒട്ടകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഒക്കെ കാണാണെങ്കിൽ നിർത്തിയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് വന്നിട്ട് ഇവിടെ നിർത്തി കേട്ടോ. ഇവിടെ വേറൊരു സ്ഥലം കണ്ട് ഇവിടെ ഉണ്ടോ, ഇവിടെയും ഒരുപാട് വണ്ടികളൊക്കെ നിർത്തുന്നു കേട്ടോ ആളുകൾ ഓരോ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയോടെ നിർത്തി കുറച്ച് നേരത്തെ അവിടുന്ന് ആ ഡിസൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഈ ഇതുപോലുള്ള ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ടോ, ഇതുപോലത്തെ വണ്ടികളിലാട്ടോ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും വെള്ളം ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഭയ്യാ കൈസയോ ഇതുണ്ടോ ടിക്കറ്റ് ഇതുണ്ടോ, ഒരു വലിയൊരു വാനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഇത് ചെറിയ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും വെള്ളം ഫ്രൂട്ട്സ് സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടോ. अब किधर का बांग्लादेश नाम क्या है नाज़मुल ഉണ്ടോ എന്തൊക്കെയുണ്ട് ഒരു സെറ്റപ്പ്. ഫ്രീസറാണ് ഇതിന് അടിയിൽ നമ്മൾ ചിക്കൻ അതുപോലെ ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതുണ്ടോ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ സെറ്റപ്പ്. ഫ്രീസർ ഉണ്ടാവും, അതിനകത്ത് ചോക്ലേറ്റ് കാര്യങ്ങൾ ഐസ്ക്രീം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. നമ്മൾ അന്ന് സൗദി ട്രിപ്പ് അടിച്ചില്ലേ, ആ ഒരു സമയത്ത് ഇതുപോലെ ഒരുപാട് കടകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ അന്ന് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ സാധനങ്ങൾ വേണോ, സാധനങ്ങൾ വേണോ? ഇവിടെ കാര്യമായിട്ട് ഐസ്ക്രീം ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ശരിയല്ലേ കോമ്പൈൻഡ് ഗ്രൂപ്പ് കോൺട്രാക്ട്. നമ്മളെന്തായാലും ഈ ഡിസൈഡിൻ്റെ അകത്തേക്ക് വണ്ടി എടുത്തിട്ട് കയറാനായിട്ട് പോകണേ. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ തിരിച്ചിറക്കി വിടും നമ്മളെ. കൊടുങ്ങൂലല്ലോ അല്ലേ? വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വലിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ നിന്നേ വലിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. കയറുമോ? മതി കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്താ പറയുക, ഒരു ഡിസൈഡിൻ്റെ സെൻട്രലൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ മേലേക്കുള്ള വണ്ടി കയറ്റിട്ടുണ്ട് അതിസാഹസികമായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നല്ലത് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇതുണ്ടോ നോക്കിയേ ഇവിടെ നിന്നുള്ള കാഴ്ച. വാവ്, വണ്ടി നിൽക്കുന്നുണ്ടോ?
ഇതിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്ക് വലിയ സംഭവമായി തോന്നില്ല കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല താഴേക്ക് നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ സത്യം പറയുകയാണെങ്കിലേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഭ്രാന്ത് യാത്രയോടുണ്ടെന്ന് എനിക്കറിയില്ല ഇതുണ്ടോ. ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ സത്യം പറയട്ടെ, ഇവിടെ കോയിലിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പ്രതീക്ഷിക്കാം. ഇതുണ്ടോ എത്ര ഏക്കർ കണക്കിനാണ് സ്ഥലങ്ങൾ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നുണ്ടോ. അടിപൊളി കാഴ്ചകൾ കേട്ടോ. നോക്കിയെടുക്കണേ. സംഭവം ചെറിയൊരു ഇതാണെങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. വണ്ടി നിൽക്കുന്നതിനുണ്ടോ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന. ചെറിയൊരു റിസ്കി ഡ്രൈവ് തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് വണ്ടി. പക്ഷെ നമ്മൾ കാണുമ്പോഴേ ചെറിയൊരു ഒന്നാ അല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ റോഡ് നമ്പർ ഒന്നും കാണിക്കില്ലല്ലോ. റോഡ് നമ്പർ ഇട്ടിട്ടുണ്ടായില്ലേ? എങ്ങനെ കൊണ്ട് എത്ര ഏരിയ അവിടെ ഉള്ളത് അല്ലേ? പോലീസ് സ്റ്റേഷൻ, പവർ സ്റ്റേഷൻ, കുബിയാൻ. പക്ഷെ നമ്മൾ നേരത്തെ വന്ന ബ്രിഡ്ജല്ല കേട്ടോ അത്. നമുക്കവിടെ ഫ്രണ്ടിലേ ഒരു വലിയൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. അത് ഏത് ഭാഗത്തുനിന്ന് ഏത് ഭാഗത്തേക്ക് വരുന്ന ബ്രിഡ്ജാണ്, നമ്മൾ വന്ന് കയറി വന്ന ബ്രിഡ്ജാണോ എന്നൊരു ഡൗട്ട്. അത് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണോ? നമുക്കിത് ആ മുന്നിൽ കാണുന്ന ഹൈറ്റുള്ള ബ്രിഡ്ജില്ലേ, അതിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ ഉണ്ടോ, ഇവിടെ സ്റ്റോപ്പ് സിഗ്നലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇവിടെ വീണ്ടും തിരിക്കണം നമുക്ക്. പക്ഷെ ആ ബ്രിഡ്ജ് ഏതാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഗൂഗിൾ മാപ്പിൽ നോക്കേണ്ടി വരും എന്താ സംഭവം. ഇവിടെ ആണെങ്കിൽ നെറ്റ് ഉണ്ടോയെന്ന് അതും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ അവിടെ വലിയൊരു ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ട് വേറൊരു സൈഡ് ക്യാമ്പിൽ കയറി. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ, ഇത് നേരെ അബ്ദല്ലി, അതായത് സൗദി കുവൈറ്റ് ബോർഡറിലേക്കാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് ഒരു വേറൊരു രാജ്യക്കാരനെ കിട്ടിയിട്ടുണ്ട്. സുഡാൻ എന്നുള്ള ഒരാൾ. അപ്പോൾ അവിടെ പള്ളിയിലേക്കാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളോട് പള്ളിയിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ആളെയും കൂട്ടിയിട്ട് നേരെ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോയിട്ട് ചിലപ്പോൾ ഞങ്ങൾ നേരെ അബ്ദലിലേക്ക് ആയിരിക്കും. ഞങ്ങൾ പ്ലാൻ ബി ആണ്, ഇനി പ്ലാൻ ബി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് യാത്ര. കണ്ടോ, നമ്മൾ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഇപ്പോഴും. ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നുണ്ടോ. സുബിയ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് പള്ളിയുള്ളത്. അതല്ലേ മസ്ജിദ്, എന്താ അവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് റാഫിക്ക് നിസ്കരിച്ചിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അതല്ലേ നമ്മൾ സൗദിയിലൊക്കെ പോയാൽ ഇപ്പോൾ കണ്ടുള്ള അതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ. قال سبحانه أولئك يسارعون في الخيرات
നമ്മുടെ റാഫിക്ക പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ കണ്ടോ അടിപൊളി വെജിറ്റബിൾ സൂപ്പ്. അത് ഈ ചൂടത്ത് ഇങ്ങനെ കുടിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, ആഹാ. അതും ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലേ, നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട് അവിടെ. ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനെ ഇതുപോലെ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. ഡെസേർട്ട് ഏരിയൻ്റെ വല്ലതും തോന്നുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളി ടേസ്റ്റ്. ഇതുപോലത്തെ സൂപ്പ് ഇവിടെ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ അതിൽ കുടിക്കുന്നു അല്ലേ. ഞങ്ങളവിടെ പള്ളിക്കകത്ത് പോയിട്ടേ ഓരോ കപ്പ് സൂപ്പും കൂടെ എടുത്തിട്ട് വന്നു. അതുപോലത്തെ ടേസ്റ്റ്. റാഫിക്ക, അപ്പോൾ നമ്മൾ ഇവിടെയല്ലേ എന്തൊക്കെയാണ് പരിപാടികൾ? അബ്ദലേക്ക് പോവാം. അബ്ദലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മസറ ഉണ്ട്. മസറ എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ ഫാം ഉണ്ട്, അത് കാണാൻ പറ്റും. നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അതിന് തന്നെ പോകാം നമുക്ക്. ജഹ്റ വഴി പോകാം. അതായത് ഇവിടുന്ന് നേരെ അബ്ദല്ലി, പിന്നെ നമ്മളവിടെ അബ്ദല്ലിയിലെ ഈ വെജിറ്റബിൾ ഫാമും കാര്യങ്ങളും കണ്ടിട്ട് ജഹ്റ വഴി നേരെ സൽമിയ. ഇവിടെ കണ്ടു, നമ്മൾ നേരത്തെ കണ്ട അതുപോലെയുള്ള മൊബൈൽ